CMRL മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകളും എക്സാലോജിക് ഉടമയുമായ വീണ ടിക്ക് വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സമൻസ്. ബുധനാഴ്ച ഹാജരാകാനാണ് നിർദ്ദേശം. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ വിവരങ്ങളുമായിട്ട്. വിഷ്ണു, ഇന്നായിരുന്നു യഥാർത്ഥത്തിൽ വീണ ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരാകേണ്ടിയിരുന്നത്. പക്ഷേ ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഹാജരാകാൻ കഴിയില്ല എന്ന ഇമെയിൽ സന്ദേശം നൽകുകയായിരുന്നു. അതിന് ഔദ്യോഗികമായ ഒരു മറുപടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയോ? കഴിഞ്ഞ ദിവസം വരെ അങ്ങനെ ഒരു മറുപടി ലഭിച്ചിരുന്നില്ല എന്ന വിവരങ്ങൾ വന്നിരുന്നു. ബുധനാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണോ? ഇനി അതല്ലെങ്കിൽ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് ഇ ഡി കടക്കുന്ന സാഹചര്യം ഉണ്ടാകുമോ? രണ്ടാഴ്ച സാവകാശമാണ് വീണ ടി തേടിയതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ 2 ആഴ്ച സാവകാശം നൽകിയിട്ടില്ല. ബുധനാഴ്ച തന്നെ ഹാജരാകാനാണ് നിലവിൽ നൽകിയിട്ടുള്ള സമൻസ് പ്രകാരമുള്ള നിർദ്ദേശം. അതുകൊണ്ട് തന്നെ ബുധനാഴ്ച എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വീണ നേരത്തെ വ്യക്തമാക്കിയത് അന്വേഷണത്തോട് സഹകരിക്കുന്നതിന്റെ ഭാഗമായി രേഖകൾ അഭിഭാഷകൻ മുഖേന ഹാജരാക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിനൊരു മറുപടി ഇ ഡിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല. മറിച്ച് ഇ ഡി അയച്ച സമൻസിൽ വ്യക്തമാക്കുന്നത് ബുധനാഴ്ച ഹാജരാകുക എന്നുള്ളതാണ്. PMLA ആക്ട് 50 പ്രകാരം നേരിട്ട് ഹാജരായി ചോദ്യം ചെയ്യൽ നടപടിയിലേക്ക് കടക്കാനാണ് ഇപ്പോൾ ഇ ഡിയുടെ തീരുമാനം. പ്രധാനമായും ചോദിച്ചറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന് എക്സാലോജിക്ക് എന്ത് സേവനം CMRL നൽകിയെന്നുള്ളതാണ്. CMRL സേവനം നൽകാതെ ഏകദേശം 1.72 കോടി രൂപയോളം CMRL നിന്ന് എക്സാലോജിക്ക് കൈപ്പറ്റി എന്നുള്ളതാണ് SFIO അടക്കമുള്ള ഏജൻസികളുടെ കണ്ടെത്തൽ. ഇ ഡിയും അതിന്റെ PMLA ആക്ട് പ്രകാരം കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഇ ഡി പരിശോധിക്കുന്നത്. പ്രൊസീഡ്സ് ഓഫ് ക്രൈം തിയറിയുടെ അടിസ്ഥാനത്തിൽ അത് അത്തരം വിവരങ്ങൾ ചോദിച്ചറിയുക എന്ന ലക്ഷ്യത്തിലാണ് വീണ ടിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. പക്ഷേ ആദ്യ സമൻസിൽ അവർ സാവകാശം തേടി. പക്ഷേ രണ്ടാമത് ഉടൻ തന്നെ സമൻസ് അയക്കാനുള്ള തീരുമാനത്തിലേക്ക് ഇ ഡി പോവുകയാണ്. അതായത് ഇ ഡിയുടെ മേലുദ്യോഗസ്ഥരിൽ നിന്ന് ലഭ്യമായ വിവരമനുസരിച്ച് അധികം നീട്ടിക്കൊണ്ടു പോകേണ്ടതില്ല എന്നൊരു നിർദ്ദേശം അവർക്ക് മേൽഘടകത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് 2 മാസം സമയം അനുവദിക്കണം, 2 ആഴ്ച സമയം അനുവദിക്കണം ആവശ്യപ്പെട്ടെങ്കിലും അത്രയും ഇല്ല. ബുധനാഴ്ച തന്നെ ഹാജരാകാനുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത്. സ്വാഭാവികമായും ആദ്യ സമൻസിന്റെ സമയം കഴിഞ്ഞു. ബുധനാഴ്ച തന്നെ വീണ ഹാജരാകാനുള്ള സാധ്യതയുണ്ട്. അതല്ല എങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മെയിൽ വഴി അറിയിക്കാനുള്ള സാധ്യതയാണുള്ളത്. ശരി, CMRL എക്സാലോജിക് മാസപ്പടി ആരോപണ കേസിൽ വീണ ടി ബുധനാഴ്ച ഹാജരാകാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. ഇന്നായിരുന്നു യഥാർത്ഥത്തിൽ വീണ ടി ഹാജരാകേണ്ടിയിരുന്നത്. പക്ഷേ ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് 2 ആഴ്ചത്തെ സാവകാശം ചോദിച്ചിരുന്നു. പക്ഷേ അത് അനുവദിക്കപ്പെട്ടിട്ടില്ല. അടുത്ത ബുധനാഴ്ച ഹാജരാകണം എന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിർദ്ദേശം. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.